വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ശശി തരൂർ ആവർത്തിച്ചതോടെ അവഗണിക്കാൻ കെപിസിസി നേതൃത്വം. ഇനി തരൂരിന് മറുപടി പറഞ്ഞ വിഷയം കൂടുതൽ വഷളാക്കേണ്ടതില്ലെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. തരൂരിന്റേത് പാർട്ടി നിലപാടല്ലെന്ന് ഹൈക്കമാൻഡ് അടക്കം വിശദീകരിച്ചതിനാൽ ഇനി കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ലെന്നാണ് കേരള നേതാക്കളുടെ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജു ചേരുകയാണ്. സാജു, വിവാദത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട എന്നാണോ, അതോ ശശി തരൂരിനെ തന്നെ അവഗണിക്കാനാണോ കെപിസിസി നേതൃത്വത്തിന് തീരുമാനം? ദിവ്യ, വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടതില്ല, അക്കാര്യം ഇനി കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കെപിസിസി നേതൃത്വവും കോൺഗ്രസ് നേതാക്കളുമൊക്കെ എത്തിച്ചേർന്നത്. ശശി തരൂർ എന്ന വ്യക്തിയെ, പ്രത്യേകിച്ച് പ്രവർത്തക സമിതി അംഗമായ ആളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് നടക്കില്ല. പക്ഷേ അദ്ദേഹം നിലപാട് മാറ്റാതെ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം അതിനി മറുപടികൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ വഷളായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വം താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചർച്ചകൾ ഒരു അടഞ്ഞ അധ്യായം എന്ന നിലയിലേക്കാണ് നേതാക്കൾ കൊണ്ടുപോകുന്നത്. ശശി തരൂരിന്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തി ഇപ്പോഴും നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെയും അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. തമ്മിൽ തല്ലുന്ന ഞങ്ങളുടെ പാർട്ടിക്കാർ എൻ്റെ കാര്യത്തിലെങ്കിലും ഐക്യപ്പെട്ടല്ലോ എന്ന ചോദ്യമടക്കം മുതിർന്ന നേതാക്കൾക്കുള്ള പരിഹാസമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും അതേ നാണയത്തിൽ മറുപടി പറയേണ്ടതില്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതടക്കമുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുക. ശശി തരൂർ ഉയർത്തിയ നിലപാട് തെറ്റാണ് എന്നും അത് പാർട്ടി നിലപാട് അല്ല എന്നും പാർട്ടി നേതൃത്വവും ഹൈക്കമാൻഡും ഒക്കെ വിശദീകരിച്ചതാണ്. അത് പൊതുജനങ്ങൾക്കും പാർട്ടി അണികൾക്കുമൊക്കെ വ്യക്തമാകുന്ന രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് മതി. അതിനപ്പുറത്തേക്ക് ഈ വിവാദത്തെ കൊണ്ടു നടന്നാൽ അതിൻ്റെ ഗുണം CPM-നും അതുപോലെ LDF-നുമായിരിക്കും ലഭിക്കുക എന്ന തിരിച്ചറിവും നേതാക്കൾക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഓരോ കാര്യത്തിനും മറുപടി പറഞ്ഞു പോകേണ്ടതില്ല ഇനി എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണകൾ. ദിവ്യ, ഇനി കൂടുതൽ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം എന്ന തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുകയാണ്. തരൂരിന്റെ വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി വെറുതെ വിവാദം ഊതി വലുതാക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്.